നോമോറയുടെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു കറക്ഷൻ സ്റ്റോക്കുകളെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കണമെന്ന് നൊമോറയും ഇപ്പോൾ പറയുന്നു. ലാർജ് ക്യാപ്പിൽ നിന്നുള്ള തങ്ങളുടെ ഒരു ടോപ്പ് പിക്കായിട്ട് നിലവിൽ നൊമോറ ചൂണ്ടിക്കാണിക്കുന്നത് ഇൻഫോസിസ്, കോഗ്നിസന്റ് എന്നീ പറയുന്ന കമ്പനികളുടെ ഓഹരിയാണ്. കൂടാതെ മിഡ് ക്യാപ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ കൊഫോർജ്, ഫസ്റ്റ് സോഴ്സ് എന്നീ പറയുന്ന ഓഹരികളെയും തങ്ങളുടെ ഒരു പിക്കായിട്ട് നിലവിൽ ഇപ്പോൾ നൊമോറ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ബൈ റേറ്റിംഗ് നൽകാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് നിലവിൽ ബ്രോക്കറേജുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസാഫിയുടെ ഇമ്പാക്റ്റ് ഒക്കെ തന്നെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ പറയത്തക്ക വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നേരിടാനുള്ള ഒരു സാധ്യതയില്ല. കൂടാതെ ഒരു ഷാർപ്പായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. അതായത് IT ഓഹരികൾ നോക്കുകയാണെങ്കിലും IT സൂചിക പരിശോധിക്കുകയാണെങ്കിലും തന്നെ വലിയൊരു കറക്ഷന് ശേഷമാണ് ഈ കമ്പനികളും സൂചികയും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം എന്നൊരു കാര്യമാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു IT മേഖലയിലെ ഡിമാൻഡൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. ഒരു നിയർ ടേമിൽ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ചെറിയൊരു മന്ദഗതി ഡിമാൻഡിൻ്റെയും ഒക്കെ കാര്യത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്നാൽ മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ നിന്നുള്ള കൊഫോർജ്, ഫസ്റ്റ് സോഴ്സ് എന്നീ പറയുന്ന കമ്പനികളും ലാർജ് ക്യാപ് സെഗ്മെൻറ്റിൽ നിന്ന് ഇൻഫോസിസ്, കോഗ്നിസന്റ് എന്ന് പറയുന്ന കമ്പനികൾക്കും ഒക്കെ തന്നെ ഒരു മികച്ച രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പരക്കെ ബ്രോക്കറേജുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം.